Good morning, guys. This is YMK. Welcome to my channel. So, ഇന്ന് ജൂലൈ 10th ഇപ്പോൾ മോർണിംഗിൽ തന്നെ നമ്മൾ ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ ലൊക്കേഷനിലെത്തി. ഇത് ഞാനൊരു കൈ കൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ത്രോട്ടിൽ കൊടുത്തുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഫോണൊക്കെ പിടിച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യണത്. എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നുമില്ല. നമ്മളിതൊരു ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത വ്ളോഗ്സൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ട്രൈപോഡൊക്കെ സെറ്റാക്കും. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റൊക്കെ റെഡിയാക്കുക. ഇത് അപാര സെറ്റപ്പാണ്. ഫുൾ കാര്യം പറയാമല്ലോ, വളരെ വൃത്തിയായിട്ട് ഇഷ ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഐ തിങ്ക് ഇഫ് ഐം റൈറ്റ് ഒരു 10 to 15 acres ഏരിയയാണിത്. രസമെന്ന് വെച്ചാൽ ഈ സ്റ്റാച്യൂവും ആ വില്ലേജൊക്കെ നിൽക്കുന്നത് വെലിയാഗിരി ഹിൽസ് എന്ന് മറ്റു പേരുള്ള ഒരു മൗണ്ടൻ റേഞ്ചസിൻ്റെ ഇടയിലാണ്. 3 സൈഡും മലയായതുകൊണ്ട് ആ മലയുടെ ആ ഭാഗത്തൊക്കെ വന്ന കാറ്റും പിന്നെ ഇപ്പോൾ വെതർ പൊതുവേ തണുപ്പായതുകൊണ്ടുള്ള ആ ഒരു തണുപ്പും എല്ലാം കൊണ്ടും ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഎക്സ്പ്ലെയിനബിൾ ടു ബി ഓണസ്റ്റ്. ഇന്നിപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. ഇനിയിപ്പോൾ ഈവനിങ്ങിലാകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഈവനിങ് ഞാൻ രണ്ടാമത് പോകുന്നുണ്ട് നമ്മുടെ ലേസർ ഷോ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യാണ്. സോ ആദ്യമായിട്ടാണ് മോർണിംഗ് ടൈമിലൂടെ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മെഡിറ്റേറ്റൊക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള എൻവയൺമെൻറ്റ്. ഇന്നലെ വാങ്ങിച്ച ടീഷർട്ടാണ്, നല്ല ഉഗ്രൻ ടീഷർട്ടാണ്, നല്ല ക്വാളിറ്റി ടീഷർട്ടാണ്. സോഫാർ ഒരു ടീഷർട്ടിന് 350 രൂപയാണ് പറഞ്ഞത്. സോ അങ്ങനെ ഞാൻ 2 ടീഷർട്ട് വാങ്ങിച്ചു. നല്ല വെതർ, നല്ല ക്ലൈമറ്റ്, അധികം തിരക്കില്ല. ഇന്ന് ആകെ നല്ലൊരു ഡേ ആണ്. I don't know how to explain. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം this is the most beautiful Shiva statue I have seen, and that ambience, the weather, the climate and the way that statue is situated all makes this inexplicably serene and peaceful environment. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു അമ്പലം, ശിവൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടൊരു അമ്പലമുണ്ട്. അതുപോലെ ഈ സ്റ്റാച്യൂവിൽ കൊടുത്തിട്ടുള്ള ആ മാല അത് പ്യുവർ രുദ്രാക്ഷം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലോകത്തെ ഏറ്റവും വലിയ 100% രുദ്രാക്ഷം കൊണ്ട് ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാലയാണ് ആ കാണുന്നത്. If I'm right, that is very expensive. I don't know how much will it cost, but yeah, it's super expensive if it's pure Rudraksha. The statue construction, everything is fantastic. ഞാൻ ശരിക്കും ഒരുപാട് നേരം ഈ സ്റ്റാച്യൂയുടെ ഫ്രണ്ടിൽ ഇന്ന് സ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്റ്റാച്യൂയുടെ പിന്നിലായിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ ശിവൻ്റെ മെയിൻ പ്രതിഷ്ഠ ധ്യാനലിംഗം എന്നാണ് പ്രതിഷ്ഠയുടെ പേര്. ആ പ്രതിഷ്ഠ പിന്നെ ലിംഗഭൈരവി എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് ഈ ബുള്ളക്കാർട്ട്സ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഫോൺ കൊടുക്കണം. അത് കാരണമാണ് ആരുടെയും വ്ളോഗ്സിൽ അത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ആ ടെമ്പിളിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ ഇതാണ് ആ മെയിൻ എൻട്രൻസ്. ആ എൻട്രൻസ് ഞാനിപ്പോൾ മാപ്പ് കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ആദ്യോഗി കഴിഞ്ഞാൽ സർപ്പവാസല എൻട്രൻസ് കഴിഞ്ഞാൽ സൂര്യകുണ്ട് ആണുങ്ങൾക്ക് കുളിക്കാനുള്ളൊരു വലിയ കുളമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണത്. പിന്നെ നന്ദി, ദ ബിഗ്ഗസ്റ്റ് നന്ദി സ്റ്റാച്യു. ഇപ്പോൾ സർപ്പവാസൽ എന്ന് പറഞ്ഞ മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ ആണ് അകത്ത് ടെമ്പിളും
ജെൻസിന് കുളിക്കാനായിട്ടും ലേഡീസിന് കുളിക്കാനൊക്കെ ആയിട്ട് കുളമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പാർവതിദേവിയുടെ പ്രതിഷ്ഠ ലിംഗഭൈരവി എന്ന രൂപത്തിലാണ്. സോ അങ്ങോട്ടൊന്ന് ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒബ്വിയസ്ലി ഇവിടെ വെച്ച് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് I've ever visited. Thank you so much, guys.